ഹലോ എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ഏരിയാസിൻ്റെ സെൻട്രോയിഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ രണ്ട് ആക്സിസിനും എബൌട്ടായിട്ട് സിമെട്രിക്കൽ ആണെങ്കിൽ എങ്ങനെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാം, ഒരു ആക്സിസിന് എബൌട്ടായിട്ട് സിമെട്രിക്കൽ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ ഒരു ഗിവൺ ആക്സിസിന് എബൌട്ടായിട്ട് എങ്ങനെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ രണ്ട് ആക്സിസിനും സിമെട്രിക്കൽ അല്ലാത്ത ഏരിയാസിൻ്റെ സെൻട്രോയിഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. So here is the first question: centroid of areas without symmetry. Find the centroid of the L section shown in figure. അപ്പോൾ നമുക്ക് ഇന്നൊരു L section ആണ് തന്നേക്കുന്നത്. അതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. This is 120 millimeters, this is 100 millimeter, this is 20 millimeter and this is also 20 millimeters. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു L സെക്ഷൻ്റെ സെൻട്രോയിഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം എക്സ് ആക്സിസിന് എബൌട്ട് ആയിട്ടോ വൈ ആക്സിസിന് എബൌട്ട് ആയിട്ടോ അത് സിമെട്രിക്കൽ അല്ല. അങ്ങനെയാവുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. രണ്ട് സ്റ്റെപ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം ഈ ഗിവൺ ഷേപ്പിനെ നമുക്ക് അറിയാവുന്ന റെഗുലർ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു എൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് റെക്റ്റാങ്കിൾസ് ആണുള്ളത്. സോ ദിസ് ഇസ് പോർഷൻ 1 ആൻഡ് ദിസ് ഇസ് പോർഷൻ 2. ഓക്കെ, ഇനി നമുക്ക് ആക്സിസ് ഓഫ് റെഫറൻസ് ഫിക്സ് ചെയ്യണം. അപ്പോൾ ആക്സിസ് ഓഫ് റെഫറൻസ് നമ്മൾ ഒരു ആക്സിസിന് എബൌട്ടായിട്ട് സിമെട്രിക്കൽ ആണ് എങ്കിൽ ആ ആക്സിസ് തന്നെ ഒരു റെഫറൻസ് ആക്സിസ് ആയിട്ട് ഫിക്സ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് സിമെട്രിക്കൽ ആക്സിസ് ഇല്ല, അതുകൊണ്ട് തന്നെ രണ്ട് ആക്സിസും നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ കൺവീനിയൻസിന് ഇതാണ് എക്സ് ആക്സിസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ഇതാണ് വൈ ആക്സിസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ആക്സിസ് ഓഫ് റെഫറൻസ് രണ്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ പോർഷൻ 1 എടുത്തു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെയാണ് നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ടത്. ഇവിടെ രണ്ട് ആക്സിസ് ഓഫ് റെഫറൻസ് നമ്മളായിട്ട് ഫിക്സ് ചെയ്തു എന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ പോർഷൻ 1 നമ്മൾ എടുക്കുന്നു. പോർഷൻ 1ൻ്റെ ഏരിയനെ നമുക്ക് A1 എന്ന് വിളിക്കാം. ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര വരും? 20 ഇൻറ്റു ഈ ഡയമെൻഷൻ അല്ലേ, ആ ഡയമെൻഷൻ എത്ര വരും? ക്വസ്റ്റിനെ നോക്കിക്കേ. ടോട്ടൽ ഇവിടെ മേളിൽ തൊട്ട് താഴെ ഉള്ള ലെങ്ത് ആണ് 120. അതിൽ നിന്നൊരു 20 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ഈ മേളിലത്തെ പോർഷൻ 1ൻ്റെ ലെങ്ത് കിട്ടുന്നത് അല്ലേ. സോ 120 മൈനസ് 20 ഇൻറ്റു ബ്രെഡ്ത്ത് ഇസ് 20. സോ 20 ഇൻറ്റു 120 മൈനസ് 20 2000 millimeter square. ഇനി നമുക്ക് ഫസ്റ്റ് പോർഷൻ്റെ സെൻട്രോയിഡ് മാർക്ക് ചെയ്തിടാം. ഫസ്റ്റ് പോർഷൻ്റെ സെൻട്രോയിഡ് ആണ് ഇവിടെ G1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് G1 എഴുതാം. കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ നമ്മളെപ്പോഴും വിത്ത് റെഫറൻസ് ടു ദ റെഫറൻസ് ആക്സിസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഈ റെഫറൻസ് ആക്സിസിനെ ബേസ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ആണ് ഒറിജിനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒറിജിനെ ബേസ് ചെയ്ത് ഈ G1 എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ G1ൻ്റെ എക്സ് കോർഡിനേറ്റ് എത്ര വരും? ഇവിടം തൊട്ട് G1 വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് അത് വരുന്നത്? ടോട്ടൽ ഇസ് 20. സോ ദിസ് മച്ച് ഇസ് 20/2 വിച്ച് ഇസ് 10. ഇനി അതിൻ്റെ വൈ കോർഡിനേറ്റ് പറഞ്ഞേ. വൈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഈ എക്സ് ആക്സിസിൽ നിന്ന് G1 വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതെത്ര വരും? നമുക്കറിയാം ഇത്രയും എന്ന് പറയുന്നത് 20 ആണ്. ആ 20യുടെ കൂടെ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തിൻ്റെ ഹാഫും കൂടെ ആഡ് ചെയ്യണം അല്ലേ. ഈ റെക്റ്റാങ്കിളിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 100 ആണെന്ന് നമുക്കറിയാം. കാരണം ടോട്ടൽ മേളിൽ തൊട്ട് താഴെ വരെ 120 ആണ്. അതിൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്താൽ ഇത്രയും 100 ആണ്. ആ 100ൻ്റെ ഹാഫിലാണ് സെൻട്രോയിഡ് ഇരിക്കുന്നത്. സോ 100/2 50. സോ ഇതിൻ്റെ G1ൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 20 + 50 വിച്ച് ഇസ് 70. സോ കോർഡിനേറ്റ്സ് ഓഫ് G1 ഇസ് 20/2, 20 + 100/2 ദാറ്റ് ഈസ് 10 and 70. നമുക്കതിനെ x1, y1 എന്ന് വിളിക്കാം. സിമിലർലി പോർഷൻ 2 എടുക്കുക. പോർഷൻ 2ൻ്റെ ഏരിയനെ നമുക്ക് A2 എന്ന് വിളിക്കാം. ഏരിയയുടെ വാല്യൂ പറഞ്ഞേ. ദിസ് ലെങ്ത് ഇസ് 100 അല്ലേ. സോ ദിസ് ലെങ്ത് ഇസ് 100 ആൻഡ് ദിസ് വിഡ്ത്ത് ഇസ് 20. സോ ഏരിയ A2 ഈസ് 100 × 20 2000 millimeter square. ഇനി അതിൻ്റെ ഈ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഇൻഡിവിജ്വൽ സെൻട്രോയിഡ് നമ്മൾ മാർക്ക് ചെയ്തു. അതിനെ നമുക്ക് G2 എന്ന് വിളിക്കാം. ഇനി G2ൻ്റെ കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദിസ് O ആസ് ഒറിജിൻ എഴുതണം. അപ്പോൾ നമുക്കറിയാം ഈ ടോട്ടൽ ലെങ്ത് 100 ആയതുകൊണ്ട് തന്നെ 100/2, ഇത് ഈ 20യുടെ പകുതിക്കായിരിക്കും വൈ ആക്സിസ് വൈ കോർഡിനേറ്റ് വരുന്നത്. സോ 20/2. So coordinates of G2 will be 100/2, 20/2 that is 50, 10 x2 y2. So 50യെ x2 ആയിട്ടും 10നെ y2 ആയിട്ടും എടുക്കാം. അപ്പോൾ രണ്ട് പോർഷൻ്റെയും ഏരിയയും
G1 ആൻഡ് G2ൻ്റെ കോർഡിനേറ്റ്സും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം സെൻട്രോയിഡ് ഓഫ് ദ ഹോൾ ലാമിന. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന സെൻട്രോയിഡ് G1 G2 എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ റെക്ടാങ്കുലർ സെക്ഷൻ്റെ സെൻട്രോയിഡ് കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. നമുക്ക് ഈ ഹോൾ എൽ സെക്ഷൻ്റെ സെൻട്രോയിഡ് ആണ് വേണ്ടത്. അപ്പോൾ അത് കിട്ടാനായിട്ട് നമുക്കറിയാം എക്സ് ബാർ ഇസ് ഈക്വൽ ടു A1x1 പ്ലസ് A2x2 ബൈ A1 പ്ലസ് A2. എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. X bar will be 30 millimeters. Similarly, Y bar is equal to A1Y1 plus A2 by Y2 by A1 plus A2. എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Y bar is 40 millimeters. അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് ഒറിജിനിൽ നിന്ന് 30,40 എന്ന പോയിന്റിലാണ് സെൻട്രോയിഡ് വരുന്നത്. ദാറ്റ് ഈസ് സെൻട്രോയിഡ് ഓഫ് ദ കമ്പൈൻഡ് ഷേപ്പ് G3040 ഫ്രം ദ ആക്സിസ് is at G3040 from the axis of reference. ഇനി സെൻട്രോയിഡൽ ആക്സിസും കൂടെ വരയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സെൻട്രോയിഡൽ ആക്സിസ് വരയ്ക്കാനായിട്ട് ആദ്യം ആ സെൻട്രോയിഡ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം. സെൻട്രോയിഡ് പോയിന്റ് ഒറിജിനിൽ നിന്ന് 3040 മാറിയാണ്. ഒറിജിൻ നമുക്കറിയാം ഈ എൽ സെക്ഷൻ്റെ ഏറ്റവും താഴെ മൂലയ്ക്കാണ് ഒറിജിൻ വന്നിരിക്കുന്നത്. അവിടുന്ന് 30 ഹൊറിസോണ്ടലി മാറി 40 മുകളിലേക്ക് മാറി വരുന്ന പോയിന്റ് ആണ് ജി എന്ന് പറയുന്നത്. ആ ജിയിലൂടെ പാസ് ചെയ്യുന്ന ആക്സസിനെയാണ് സെൻട്രോയിഡൽ ആക്സസ് എന്ന് പറയുന്നത്. സോ ജിയിലൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആക്സിസിനെ എക്സ് ജി എന്നും ജിയിലൂടെ പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ആക്സിസിനെ വൈ ജി എന്നും നമുക്ക് വിളിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എൽ സെക്ഷൻ. രണ്ട് ആക്സിസിനും എബൌട്ടായിട്ട് സിമെട്രിക്കൽ അല്ല എങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ആക്സിസിന് എബൌട്ടായിട്ട് സിമെട്രിക്കൽ ആണെങ്കിൽ എങ്ങനെയാണെന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ ആ സിമെട്രിക്കൽ ആയിട്ടുള്ള ആക്സിസിനെ ഒരു റെഫറൻസ് ആക്സിസ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ആക്സിസിനും എബൌട്ടായിട്ട് സിമെട്രിക്കൽ അല്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് ആക്സിസ് ഓഫ് റെഫറൻസും നമ്മൾ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്ന ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഈ പ്രോബ്ലത്തിലുള്ളൂ. Let's go to the next problem. Locate the centroid of the given channel section. അപ്പോൾ ഇങ്ങനെയുള്ള സെക്ഷൻ, ഈ സി ഷേപ്പിൽ വരുന്ന സെക്ഷനെ വിളിക്കുന്ന പേരാണ് ചാനൽ സെക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ സെക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡയമെൻഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എൽ സെക്ഷൻ ചെയ്ത പോലെ തന്നെ ഡിഫറൻസ് എന്താണ്? ഇവിടെ ഒരു അഡീഷണൽ റെക്റ്റാങ്കിളും കൂടെ വരും അല്ലേ. പോർഷൻ 1, പോർഷൻ 2, പോർഷൻ 3യും കൂടെ വരുമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചാനൽ സെക്ഷനെ 3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തു. പോർഷൻ 1, പോർഷൻ 2, പോർഷൻ 3. അതിൻ്റെ എല്ലാത്തിൻ്റെയും എന്നിട്ട് നമ്മുടെ റെഫറൻസ് ആക്സിസും കൂടെ ഫിക്സ് ചെയ്യണം. നമ്മുടെ കൺവീനിയൻസിനായിട്ട് നമ്മൾ ഈ ഒരു ആക്സിസിനെയാണ് റെഫറൻസ് എക്സ് ആക്സിസും ഇതിനെ റെഫറൻസ് വൈ ആക്സിസുമായിട്ട് ഫിക്സ് ചെയ്തു. അതിനുശേഷം ഈ ഓരോ പോർഷൻ്റെയും ഇൻഡിവിജ്വൽ സെൻട്രോയിഡ്സ് നമ്മളങ്ങ് മാർക്ക് ചെയ്തിടുന്നു. ഫസ്റ്റ് പോർഷൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ആ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിൽ വരും. സെക്കൻഡ് പോർഷൻ്റെ സെൻട്രോയിഡ് സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിൽ വരും. തേർഡ് പോർഷൻ്റെ സെൻട്രോയിഡ് തേർഡ് റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിൽ വരും. ഓക്കെ, ഇനി നമുക്ക് ഓരോ പോർഷനായിട്ട് എടുത്ത് കാൽക്കുലേഷൻ ചെയ്യാം. പോർഷൻ 1, അതിൻ്റെ ഏരിയ നമുക്ക് A1 എന്ന് വിളിക്കാം. വാല്യൂസ് എത്ര വരും? A1 is 40 into 10 is the area, 400 millimeter square. ഇനി അതിൻ്റെ G1 എന്ന് പറയുന്ന സെൻട്രോയിഡ് ഇവിടെയാണ് കിടക്കുന്നത്. അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കൊന്ന് എഴുതാം. എക്സ് ആക്സിസിൽ എത്ര മാറിയാണ് കിടക്കുന്നത്? 40/2 മാറിയാണ് എക്സ് ആക്സിസിൽ വരുന്നത്. വൈ ആക്സിസിൽ എത്രയാണ് കിടക്കുന്നത്? വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് G1 വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് എത്ര വരും? This much is 10, this is 100 and this much is 10/2. So 10 plus 100 plus 10/2. 10 plus 100 plus 10/2. So 20, 115 ആണ് x1ഉം y1ഉം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പോർഷൻ 2 എടുക്കുന്നു. പോർഷൻ 2 എന്ന് പറയുന്നത് ഈ കാണുന്ന റെക്റ്റാങ്കിൾ ആണ്. അതിൻ്റെ ഏരിയ എത്ര വരും? 10 into 100. ഈ 100 ഒക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഇതിനകത്തുനിന്ന് നമുക്ക് ഇതാണ് ഒരു റെക്റ്റാങ്കിൾ. അതിൻ്റെ ഇത്രയും ഇവിടുന്ന് ഒരു 10 സബ്ട്രാക്ട് ചെയ്യണം. ഇവിടുന്ന് ഒരു 10 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ നടുക്കുള്ള ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് കിട്ടും. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 ആണെന്ന് നമുക്കറിയാം. സോ പോർഷൻ 2ൻ്റെ ഏരിയ നമ്മൾ എഴുതി 100 into 10, 1000 millimeter square. ഇനി അതിൻ്റെ സെൻട്രോയിഡാണ് ഈ G2 മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കോർഡിനേറ്റ്സ് വിത്ത് റെഫറൻസ് ടു ഒറിജിൻ ആണ് എഴുതേണ്ടത്. സോ എക്സ് ആക്സിസിൽ എത്ര വരും? ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 ആണ്. സോ അതിൻ്റെ പകുതിക്കാണ് വരുന്നത്. സോ 10/2, 10/2, ഇനി അതിൻ്റെ വൈ കോർഡിനേറ്റ് എത്ര വരും? ഈ താഴെ തൊട്ട് ഈ G2 വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര വരും? അത് 10 plus 100/2. So 10 plus 100/2. So 5, 60 is x2 and y2.
ഇനി പോർഷൻ 3 എടുക്കുക. പോർഷൻ 3 നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അതിൻ്റെ ഏരിയ ഒന്ന് പറഞ്ഞേ. 70 ഇൻറ്റു 10 ആണ് ഏരിയ. സോ 700 മില്ലിമീറ്റർ സ്ക്വയർ. അതിൻ്റെ സെൻട്രോയിഡ് ആണ് അതിൻ്റെ നടുക്ക് മാർക്ക് ചെയ്തേക്കുന്നത് G3. അതിൻ്റെ കോർഡിനേറ്റ്സ് വിത്ത് റെഫറൻസ് ടു O. എക്സ് കോർഡിനേറ്റ് എത്ര വരും? 70/2. y കോർഡിനേറ്റ് വിൽ ബി 10/2. സോ 35,5 ആണ് x3 y3. ഇനി നമുക്കറിയാം സെൻട്രോയിഡ് ഓഫ് ദ കമ്പൈൻഡ് ലാമിന എക്സ് ബാർ ഈസ് A1 x1 പ്ലസ് A2 x2 പ്ലസ് A3 x3 ബൈ A1 പ്ലസ് A2 പ്ലസ് A3. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് ബാറിൻ്റെ വാല്യൂ കിട്ടുന്നു. സിമിലർലി y ബാർ ഇസ് A1 y1 പ്ലസ് A2 y2 പ്ലസ് A3 y3 ബൈ A1 പ്ലസ് A2 പ്ലസ് A3. വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് y ബാറിൻ്റെ വാല്യൂവും കിട്ടും. അപ്പോൾ എക്സ് ബാറിൻ്റെയും y ബാറിൻ്റെയും കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആ കോർഡിനേറ്റ് എവിടെയാണ് വരുന്നതെന്നൊന്ന് മാർക്ക് ചെയ്തിട്ട് സെൻട്രോയിഡൽ ആക്സിസും കൂടെ മാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആ ചാനൽ സെക്ഷൻ നമ്മൾ ഒന്നുകൂടെ വരച്ചു. അപ്പോൾ ഈ കോർണറിൽ താഴെ മൂലയ്ക്ക് വരുന്ന ഈ കോർണറാണ് ഒറിജിൻ എന്ന് പറയുന്നത്. ആ ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസിൽ 17.86 മാറി y ആക്സിസിൽ 52.14 മാറിയാണ് സെൻട്രോയിഡ് വരുന്നത്. സോ എക്സ് ആക്സിസിൽ 17.86 ആൻഡ് y ആക്സിസ് താഴെ നിന്ന് 52.14 മാറി. ഈ പോയിന്റ് ആണ് സെൻട്രോയിഡ്. അതിലൂടെ പാസ് ചെയ്യുന്ന രണ്ട് ആക്സിസും കൂടെ വരച്ചു. അതിനെയാണ് സെൻട്രോയിഡൽ ആക്സസ് എന്ന് പറയുന്നത്. Now one more question is there. Locate the centroid of the Z section shown in figure. അപ്പോൾ ഇതിനകത്തും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. ഒരു Z സെക്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഡയമെൻഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ 3 റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇവിടെ നോക്കിക്കേ. This is portion 1, this is portion 2 and this is portion 3. ഇനി നമുക്ക് ആക്സിസ് ഓഫ് റെഫറൻസ് ഫിക്സ് ചെയ്യണം. നമ്മുടെ കൺവീനിയൻസ് ആയിട്ട് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് സൈഡിലാണ് ആക്സിസ് ഓഫ് റെഫറൻസും എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബോട്ടം മോസ്റ്റ് സൈഡിൽ എക്സ് ആക്സിസും എടുത്തു. സോ ദിസ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്. ഇനി നമുക്ക് പോർഷൻ 1ലേക്ക് കടക്കാം. പോർഷൻ 1ൻ്റെ ഏരിയ പറഞ്ഞ A1 വിൽ ബി ഈക്വൽ ടു 200 ഇൻറ്റു 40. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ റെക്റ്റാങ്കിളിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമല്ലേ. ഇതിൻ്റെ ഡയമെൻഷൻ ഡയറക്റ്റ്ലി തന്നെ തന്നിട്ടുണ്ട്. ഇത് 200, ഇത് 40 ആണ്. ഈ രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ എത്ര വരും? ടോട്ടൽ അതിന് മേളിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡെപ്ത് എന്ന് പറയുന്നത് 400 ആണ്. അതിൽ നിന്ന് 40 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 360 ആണ് ഇതിൻ്റെ ലെങ്ത്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 40 ആണ്. അതുപോലെ ഈ താഴത്തെ റെക്റ്റാങ്കിൾ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 400ഉം 40. ഓക്കെ, അപ്പോൾ നമ്മൾ പോർഷൻ 1 ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ഏരിയ വിൽ ബി 200 ഇൻറ്റു 40. A1 is 200 ഇൻറ്റു 40, 8000 മില്ലിമീറ്റർ സ്ക്വയർ. ഇനി അതിൻ്റെ സെൻട്രോയിഡ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് G1. G1ൻ്റെ കോർഡിനേറ്റ്സ് വിത്ത് റെഫറൻസ് ടു ദിസ് ഒറിജിൻ പറയണം. അപ്പോൾ ഇവിടുന്ന് ഇത്രയും ഡിസ്റ്റൻസ് മാറി. അത് എത്രയാണ്? 200/2, ഇനി y കോർഡിനേറ്റ് എത്ര വരും? ഈ താഴെ നിന്ന് G1 വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അത് എത്ര വരും? ദിസ് മച്ച് ഇസ് 40. 40 പ്ലസ് 360 പ്ലസ് 40/2. 40 plus 360 plus 40/2. So x1 is 100 and y1 is 420. Similarly, portion 2 എടുക്കുന്നു. ഈ റെക്റ്റാങ്കിൾ ആണ് പോർഷൻ 2. പോർഷൻ 2ൻ്റെ ഏരിയ വിൽ ബി 360 ഇൻറ്റു 40. 40 ഇൻറ്റു 360, 14,400 മില്ലിമീറ്റർ സ്ക്വയർ. ഇനി സെൻട്രോയിഡ് ഓഫ് ദ പോർഷൻ 2, അതിൻ്റെ പോർഷൻ 2ൻ്റെ സെൻട്രോയിഡ് ആണ് നമ്മളിവിടെ G2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. G2ൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞത് ഇവിടെയാണ് ഒറിജിൻ വരുന്നത്. ഒറിജിനിൽ നിന്ന് G2 വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ഒറിജിനിൽ നിന്ന് G2 വരെയുള്ള ഈ പെർപെൻഡിക്കുലർ വെർട്ടിക്കൽ ഡിസ്റ്റൻസുമാണ് വേണ്ടത്. സോ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? നമുക്കറിയാം ഇവിടുന്ന് ഇവിടെ വരെ 200 ആണെന്ന് അറിയാം അല്ലേ. ആ 200ൽ നിന്ന് ഒരു 40/2, ഇവിടുന്ന് ഇവിടം വരെയുള്ള 40/2 20 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഒറിജിനിൽ നിന്ന് G2 വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടും അല്ലേ. സോ പോർഷൻ 2 നോക്കിക്കേ. പോർഷൻ 2 ഏരിയ ഈസ് 40 ഇൻറ്റു 360. ഇനി G2ൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇവിടുന്ന് 160 എവിടുന്നാണ് വന്നത്? ഇവിടെ ഈ 200 മൈനസ് 40, 200ൽ നിന്ന് ആ 40 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 160 വരും. ആ 160യുടെ കൂടെ ഒരു 40/2 കൂടെ ആഡ് ചെയ്താൽ മതി. സോ 160 പ്ലസ് 40/2. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതിയാലും മതി അല്ലേ. 200 മൈനസ് 40/2. 200 മൈനസ് 40/2 എന്ന് പറഞ്ഞാൽ 180. ഇവിടെ 160 പ്ലസ് 40/2 എന്ന് പറഞ്ഞാലും 180 തന്നെയാണ്.
സോ എക്സ് കോർഡിനേറ്റ് കിട്ടി. ഇനി വൈ കോർഡിനേറ്റ് എവിടം തൊട്ട് എവിടം വരെയാണ്? ദാ ഈ റെഫറൻസ് എക്സ് ആക്സിസിൽ നിന്ന് G2 വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അത് എത്രയായിരിക്കും? ഇത്രയും 40 ആണെന്ന് നമുക്കറിയാം. 40 പ്ലസ് 360/2. 40 plus 360/2. So x2 is 180 and y2 is 220. ഇനി പോർഷൻ 3യിലേക്ക് വരാം. പോർഷൻ 3 നമുക്ക് ഈസി ആയിട്ട് എഴുതാം. അതിൻ്റെ G3 എന്ന് പറയുന്ന പോർഷൻ 3യുടെ സെൻട്രോയിഡ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പോർഷൻ 3യുടെ ഏരിയ A3 നമുക്ക് കണ്ടുപിടിക്കാം. ഏരിയ ഈസ് 400 × 40 16,000 millimeter square. ഇനി സെൻട്രോയിഡ് ഓഫ് പോർഷൻ 3 എത്ര വരും? ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ഇവിടം തൊട്ട് G3 വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? 160 പ്ലസ് 400/2. നമുക്കറിയാം ഇവിടുന്ന് ഇവിടെ വരെ 160 ആണ്. അതായത് ഈ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് വരെ ഒറിജിൻ തൊട്ട് ഇവിടെ വരെ 160 ആണ്. അതെങ്ങനെയാണ് കിട്ടിയത്? 200 മൈനസ് 40. സോ 160 പ്ലസ് ഇത് ടോട്ടൽ 400 ആണ്. അതിൻ്റെ പകുതിക്കായിരിക്കും സെൻട്രോയിഡ് വരുന്നത്. സോ 160 പ്ലസ് 400/2. 160 plus 400/2 and y coordinate will be total is 40/2. 40/2. So coordinates of G3 will be 360. ഈ റെഡ് സ്പോട്ട് ഇതിൽ നിന്ന് താഴോട്ട് ഡ്രാഗ് ചെയ്യാൻ ഒക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ x2ൽ തന്നെ നിൽക്കുന്നത്. അത് ശരിക്കും x3യിലേക്കാണ് പോയിന്റ് ചെയ്യേണ്ടത് കേട്ടോ. സോ കോർഡിനേറ്റ്സ് ഓഫ് G3 will be 360, 20. അപ്പോൾ നമുക്ക് പോർഷൻ 1ൻ്റെയും 2ൻ്റെയും 3യുടെയും ഏരിയാസും ഇൻഡിവിജ്വൽ സെൻട്രോയിഡ്സിൻ്റെ കോർഡിനേറ്റ്സും കിട്ടി. ഇനി നമുക്ക് കമ്പൈൻഡ് സെൻട്രോയിഡ് കണ്ടുപിടിക്കാം. സെൻട്രോയിഡ് ഓഫ് ദ ഹോൾ ലാമിന എക്സ് ബാർ is equal to a1x1 plus a2x2 plus a3x3 by a1 plus a2 plus a3. നമ്മുടെ കയ്യിൽ എല്ലാ വാല്യൂസും ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് എക്സ് ബാറിൻ്റെ വാല്യൂ കിട്ടുന്നു. സിമിലർലി വൈ ബാർ കണ്ടുപിടിക്കാനായിട്ട് ഈക്വേഷൻ യൂസ് ചെയ്യുന്നു. ഉള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, നമുക്ക് വൈ ബാറിൻ്റെ വാല്യൂവും കിട്ടുന്നു. അപ്പോൾ എക്സ് ബാറിൻ്റെയും വൈ ബാറിൻ്റെയും കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. ഈ രണ്ട് കോർഡിനേറ്റും വിത്ത് റെഫറൻസ് ടു ഒറിജിൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ സെൻട്രോയിഡ് ഒന്ന് ഈ ഫിഗറിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒറിജിൻ വരുന്നത് ഏറ്റവും താഴെയാണ്. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഒറിജിൻ വരുന്നത്. അവിടെ നിന്ന് 238.33 ഹൊറിസോണ്ടലി മാറി, ഒറിജിനിൽ നിന്ന് 238.33 ഹൊറിസോണ്ടലി മാറി 178.33 വെർട്ടിക്കലി മാറി വരുന്ന ഈ പോയിന്റ് ആണ് അതിൻ്റെ സെൻട്രോയിഡായിട്ട് വരുന്നത്. ഓക്കെ, സോ സെൻട്രോയിഡ് നമ്മൾ മാർക്ക് ചെയ്തു. സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആക്സിസിനെയാണ് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത്. ആ രണ്ട് ആക്സിസും കൂടെ മാർക്ക് ചെയ്തിട്ടു. ഇത്രയും ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആവും. എല്ലാവർക്കും ഈ 3 പ്രോബ്ലവും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.